everyone, welcome to Salem Learning. അബീമിസ് ആണ് മക്കളെ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കാനുണ്ട് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡിനെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. നേരത്തെ തൊട്ടേ നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് ബ്ലഡിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ? നമുക്ക് അറിയുന്ന പോലെ ബ്ലഡ് എന്താണ്? ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. ഒരു ഫ്ലൂയിഡ് നേച്ചർ ആണ്. നമ്മുടെ വെള്ളം പോലെ ഒഴുകി നടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് നേച്ചർ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഈ വെള്ളം പോലെ ഒഴുകി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ കുറേ സെൽസ് ഉണ്ട്. ഓക്കെ, കുറെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ RBC ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. മാത്രമല്ല പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ, ഇത്രയും സെൽസ് എവിടെയുണ്ട്? നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിലുണ്ട്. ഇത് കൂടാതെയുള്ള ഫ്ലൂയിഡ് പോർഷനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണെന്നറിയോ? പ്ലാസ്മ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിക്കളയാം. ബ്ലഡിൽ എന്താണ്? പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പോർഷൻ ഉണ്ട് അല്ലെ. അതിന്റെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുക. സോ ബ്ലഡ് ഈസ് എ ലിക്വിഡ്. ബ്ലഡ് എന്താണ്? ഒരു ലിക്വിഡ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? കുറെ വേരിയസ് കൈൻഡ്സ് ഓഫ് സെൽസ് ഈ ബ്ലഡിൽ സസ്പെൻഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുക. അത് കൂടാണ്ട് കുറെ സെൽസ് ഉണ്ട് അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ആണ് RBC എന്ന് പറയുന്നത്, അഥവാ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ബ്ലഡിന് ഈ റെഡ് കളറിന് കാരണം എന്താണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ഏതാ പിഗ്മെന്റ് എന്നറിയോ? ഹീമോഗ്ലോബിൻ എന്നാണ് അതിന് പറയുക. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കാൻ കാരണം. സോ RBCയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു റെഡ് പിഗ്മെന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കാം. മാത്രമല്ല ബ്ലഡ് ആണ് നമ്മുടെ ഓക്സിജനെ, നമ്മുടെ ശരീരത്തില് ഓക്സിജനെ സെൽസിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ബ്ലഡ് ആണ് അല്ലെ. അപ്പൊ ഈ ബ്ലഡ് വഴിയാണ് ഈ ഓക്സിജൻ നമ്മുടെ സെൽസിലേക്ക് എത്തുന്നത്. ഇതേപോലെ കുറെ സെൽസ് ഉണ്ട്. നമ്മുടെ ഓക്സിജനെ സെൽസിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ആരാണ്? ബ്ലഡ് ആണ്. മാത്രമല്ല ഈ സെൽസിന്റെ ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കുന്നതും ആരാണ്? തിരിച്ച് നമ്മുടെ ബ്ലഡിലേക്കല്ല, തിരിച്ച് കൊണ്ടുപോയി പുറത്തേക്ക് കളയുന്നതും നമ്മുടെ ഈ ബ്ലഡ് ആണ്. സോ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ബ്ലഡ് ദാറ്റ് ക്യാരീസ് ഓക്സിജൻ ടു ഓൾ സെൽസ്. എല്ലാ സെൽസിലേക്കും ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. മാത്രമല്ല സെൽസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നതും ലങ്സ് വഴി അത് പുറത്തേക്ക് കളയുന്നതിനും ഒക്കെ കാരണം ആരാണ്? നമ്മുടെ ഈ ബ്ലഡ് ആണ്. ബ്ലഡ് ആണ് ഓക്സിജനും അതുപോലെയുള്ള ന്യൂട്രിയൻസും നമ്മുടെ സെൽസിലേക്ക് എത്താൻ കാരണക്കാരനായിട്ടുള്ളത്. സോ ബ്ലഡ് ചില്ലറക്കാരനല്ല അല്ലെ. ഇത് നോക്കിക്കേ, ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് ഏത് കളറാണെന്ന് നമ്മൾ പറഞ്ഞു? റെഡ് കളറാണല്ലേ. നല്ല റെഡ് കളറിലാണ് നമ്മുടെ ബ്ലഡ് ഉള്ളത്. അതിന് കാരണക്കാരൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയൺ ആൻഡ് പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, അയണും പ്രോട്ടീനുമുള്ള ഒരു സംയുക്തമാണ് നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ക്യാരി ചെയ്യാൻ വളരെ വലിയ പാർട്ട് വഹിക്കുന്ന ആരാണ്? നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ അഥവാ നമ്മുടെ RBC ആണ്. അപ്പൊ RBC മാത്രമാണോ ഉള്ളത്? അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ബ്ലഡിന്റെ ഉള്ളിൽ സെൽസിൽ ഒന്നാണ് RBC മാത്രമല്ല, വൈറ്റ് കളറിലെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലെ. ബ്ലഡിനെ, നമ്മുടെ ഈ ബ്ലഡിലുള്ള ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് അതിനെതിരെയുള്ള നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ ജേംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന പട്ടാളക്കാരാണ്. ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. സോ RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ക്യാരി ചെയ്യുന്നത് RBC ആണെന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല ജേംസിനെതിരെ ഫൈറ്റ് അഗെയിൻസ്റ്റ് ജേംസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ WBC ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ RBCയും WBC ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് കൂടാണ്ട് വേറൊരു ആൾക്കാരുണ്ട്. ഏതാണ്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാല് ആ ബ്ലഡ് അതിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അത് ബ്ലഡ് ക്ലോട്ട് ആവും അല്ലെ. ബ്ലഡ് കട്ട പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ മുറിവ് ഉണങ്ങാണ്ട് ഈ ബ്ലഡ് ക്ലോട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോര വാർന്ന് മരിച്ചു പോകും. ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ചോര വാർന്നു പോകാത്തത്. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. സോ ദ ക്ലോട്ട് ഈസ് ഫോർmed ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ദ ബ്ലഡ്. ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നത്, രക്തം കട്ട പിടിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ബ്ലഡില് പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. സോ നമ്മൾ പഠിച്ചു ബ്ലഡിൽ ആരൊക്കെയുണ്ട്? RBC ഉണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്, അതുപോലെ തന്നെ WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.
നമ്മൾക്കറിയാം ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കിട്ടിയത് അല്ലെ. അപ്പോ ഹീമോസയാനിൻ എന്ന് പറയുന്ന ബ്ലൂ കളറിലുള്ള ബ്ലഡിന് കാരണക്കാരനായിട്ടുള്ള ഹീമോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ അറിയാവുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യണം ഹീമോസയാനിൻ അഥവാ ബ്ലൂ കളറിലെ ബ്ലഡ് ഏത് ജീവികളിലാണ് ഉള്ളത് എന്ന്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.